അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ്. വളരെ എമർജൻസി ആയിട്ട് അൽ ഹാഫിൽ മുഹമ്മദ് ബിലാൽ എന്ന ഈ പൊന്നുമോന് നിങ്ങളുടെ സഹായം വേണം. ഒരു ആക്സിഡന്റില് തലയ്ക്കും കണ്ണിനും ഗുരുതര പരിക്കുകളായിട്ട് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ്. 25 ലക്ഷം രൂപയാണ് ഈ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കണ്ടെത്തേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെറിയ പ്രായത്തിൽ 12ാമത്തെ വയസ്സിൽ വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയ പ്രിയപ്പെട്ട പൊന്നുമോനാണ് അൽ ഹാഫിൽ മുഹമ്മദ് ബിലാൽ. വളരെ ആകസ്മികമായി ഉണ്ടായ ഒരു അപകടത്തിൽപ്പെട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയാണ്. അവന്റെ കണ്ണ് എടുത്തു മാറ്റേണ്ട ഒരവസ്ഥയിലാണ് നിലവിലുള്ളത്. ഡോക്ടർമാരുടെ വിദഗ്ധമായ നിർദ്ദേശം അത് തന്നെയാണ്. ജീവിതത്തിൽ വലിയ സ്വപ്നം കണ്ട് നടന്നുപോയ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അവൻ തിരിച്ചു വരുന്നതും കാത്ത് അവന്റെ സഹപാഠികളും അവന്റെ മാതാപിതാക്കളും ഒരു നാട് മുഴുവനും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ 12 വയസ്സുകാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അവന്റെ സർജറികൾ നടത്താൻ നമ്മളെല്ലാവരും ഒരുമിച്ച് കൈ കോർത്തേ പറ്റൂ. ഒരു ഹാഫിളിനെ സഹായിക്കുന്നതിന്റെ പ്രതിഫലം അവന്റെ തലച്ചോറിന്റെ ഉള്ളിൽ, മരവിച്ച തലച്ചോറിന്റെ ഉള്ളിൽ, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വിശുദ്ധ ഖുർആനാണ്. അത് അഴിഞ്ഞു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ അവനെ തിരിച്ചെടുക്കാനുള്ള ഒരു വലിയ പ്രയത്നത്തിനാണ് ഈ നാടും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം ആ പ്രിയപ്പെട്ട മകന്റെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള പരിശ്രമത്തിൽ സഹായകമാകും. ഒരു നാട് മുഴുവനും അതിനുവേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എല്ലാവരും, ഈ കാണുന്ന എല്ലാവരും അതിനുവേണ്ടി കാര്യമായി സഹായിക്കണം എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഷാജഹാൻ ഫൈസിയാണ്. നമ്മളീ പറയുന്ന മുഹമ്മദ് ബിലാൽ എൻ്റെ വീടിൻ്റെ തൊട്ട് അയലത്ത് താമസിക്കുന്ന കുട്ടിയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ 12ാമത്തെ വയസ്സിൽ ഹിഫ്ള് പൂർത്തിയാക്കിയ കുട്ടിയാണ്. അതിനുശേഷം എൻ്റെ അടുത്ത് തന്നെ കിതാബ് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് +2 പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ +2 പരീക്ഷ കഴിഞ്ഞ് എല്ലാം പാസ്സായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വലിയൊരു അപകടമുണ്ടാകുന്നത്. വളരെ ശാന്തശീലനായ, വളരെ സൽസ്വഭാവിയും അതവുള്ള ഒരു കുട്ടിയായിരുന്നു. നല്ല ബുദ്ധിമാനും ആണ്. 12ാമത്തെ വയസ്സിൽ അവൻ ഹിഫ്ള് പൂർത്തിയാക്കി. 10 വയസ്സിലാണ് അവനെ കൊണ്ടാക്കുന്നത്. 1.5 വർഷം കൊണ്ട് തജ്വീദും ഹിഫ്ളും എല്ലാം പൂർത്തിയായി 10 ദൗറയും കഴിഞ്ഞ് പുറത്തിറങ്ങിയ കുട്ടിയാണ്. നിങ്ങളാ കഴിയുന്ന എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് മുഴുവനും നിങ്ങൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും നമുക്കും, പ്രത്യേകിച്ച് ആ കുട്ടിക്കും എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ കുരീപ്പള്ളി സലീം, ലോഗോസ് അക്കാഡമി ഡയറക്ടർ. മുഹമ്മദ് ബിലാൽ എൻ്റെ വിദ്യാർത്ഥിയാണ്. 10ാം ക്ലാസ്സിലും +2ലും സ്ഥാപനത്തിൽ പഠിച്ചതാണ്. വളരെ ശാന്തശീലനായ കുട്ടിയാണ്. പെട്ടെന്നുണ്ടായ അപകടത്തിൽ അത്യാസന്ന നിലയിൽ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത് കാണുന്ന ഞാൻ പഠിപ്പിച്ച 100 കണക്കിന് വിദ്യാർത്ഥികളുണ്ടാവും, രക്ഷകർത്താക്കളുണ്ടാവും. ആ കുഞ്ഞു മോനെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ മാഹീൻ മന്നാനി വെമ്പായം. മുഹമ്മദ് ബിലാൽ എന്ന് പറയുന്ന ഹാഫിളായ പൊന്നുമകന് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൈനീട്ടുന്നത്. ഈ നാട് എല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ്. ഇവിടെ താലിമീങ്ങൾ, മുത്താലിമീങ്ങൾ, ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് ആ മകന് വേണ്ടി കൈനീട്ടുകയാണ്. ഇത് കാണുന്നവരെല്ലാം ആ മകനെ ആ കുടുംബത്തിൽ തിരിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങളാൽ കഴിയുന്ന സ്വതക്കകൾ ആ മകന് വേണ്ടി നൽകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ ഹൃദിസ്ഥമാക്കിയ അൽ ഹാഫിൽ മുഹമ്മദ് ബിലാലിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ സംഗമിച്ചിട്ടുള്ളത്. വാഹനാപകടത്തിൽപ്പെട്ട് തലയ്ക്കും കണ്ണിനും ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ആ കുട്ടി ഇപ്പോഴുള്ളത്. പരിശുദ്ധമായ ഖുർആനിനെ കണ്ട ആ കുട്ടിയുടെ കണ്ണുകൾ എടുത്തു മാറ്റേണ്ടുന്നൊരു സർജറിയിലേക്ക് ആ കുട്ടി എത്തി നിൽക്കുകയാണ്. ഖുർആൻ ശേഖരിച്ച തലക്ക് ഗുരുതരമായ പരിക്കേറ്റിരിക്കുകയാണ്. ആ കുട്ടിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ, അവൻ്റെ ജീവിതത്തിന് വെളിച്ചം പകരാൻ നമ്മളൊക്കെയും ഒരുമിച്ച് നിന്നേ മതിയാകൂ. ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഒരുമിക്കണം. ഇത് പരമാവധി ഷെയർ ചെയ്യുകയും നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ നൽകുകയും വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ സഫീർ മന്നാനി പനൂർ. ബിലാൽ എന്ന ഒരു ഹാഫിളിന് വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കൈനീട്ടുന്നത്. ഒരു നാട് മുഴുവനും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെയുള്ള ചികിത്സയ്ക്ക് ഈ നാട്ടിലുള്ള സഹോദരങ്ങളൊക്കെയും സഹായിച്ചു. ഇനി 25 ലക്ഷം രൂപയുണ്ടെങ്കിൽ മാത്രമേ ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയും.
ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഉമ്മ കരയുകയാണ്. ആ കുടുംബത്തിലേക്ക് ആ മകനെ തിരിച്ചു കൊടുക്കാൻ സുമനസ്സുകൾ ഒന്ന് സഹായിക്കണം. ഈ വീഡിയോ കാണുന്ന സർവരും ആ പൊന്നുമകനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ഒന്ന് സഹായിക്കണം. വിശുദ്ധ ഖുർആൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ജീവിതത്തിന് നമുക്ക് ഒരുമിക്കാം. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ മുസ്തഫ തങ്ങൾ, മുരുക്കന്നൂർ മുസ്ലിം ജമാഅത്ത് ഇമാം. മുഹമ്മദ് ബിലാൽ എന്ന പൊന്നുമോൻ വളരെ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന വിവരം അറിഞ്ഞല്ലോ. അദ്ദേഹത്തെ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ നാട്ടിന് ഏറ്റവും പ്രിയപ്പെട്ട വളരെ ശാന്ത സ്വഭാവിയും നല്ല ഒരു വിദ്യാർത്ഥിയുമായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉള്ളവരെ, എൻ്റെ പേര് ജലജ ഗോപൻ എന്നാണ്. ഞാൻ ഇളമ്പുളം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. എനിക്ക് ഈ കുടുംബവുമായി വളരെ അടുത്ത ഒരു ബന്ധമുണ്ട്. സമൂഹത്തിൽ പല തിന്മകളുമായി നടക്കുന്ന പല കുട്ടികളെ കാണുന്നുണ്ടെങ്കിലും പക്ഷേ വളരെ സമൂഹത്തിനെല്ലാം വളരെ കാര്യമായ തരത്തിൽ ഇടപെടുകയും വളരെ നല്ല ഒരു കുഞ്ഞ്, വളരെ നല്ല രീതിയിൽ ഇടപെടുന്നൊരു കുഞ്ഞാണ്. അവന് ഒരു ആക്സിഡൻറ്റ് പറ്റിയത് മുതൽ നമുക്കെല്ലാം നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണോ ഉണ്ടായത് അതിൻ്റെ ഒരു ഇതാണ് നമുക്കുണ്ടാകുന്നത് മനസ്സിൽ. അപ്പോൾ അവൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. ഈ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകൾ സഹായിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി അവനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബം വളരെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നൊരു കുടുംബമാണ്. അവനെ പഴയ സ്ഥിതിയിലേക്ക്, ഞങ്ങളുടെ പഴയ ബിലാലായി അവനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ഈ നാട്ടിലെ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളുടെ സഹായം അവനുണ്ടാകണം. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലുള്ള കുരീപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് മുഹമ്മദ് ബിലാൽ എന്ന് പറയുന്ന ഹാഫിളായിട്ടുള്ള ഒരു പൊന്നുമോന് വളരെ എമർജൻസി ആയിട്ട് അത്യാസന്ന നിലയിലെ കിംസ് ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ്. തലയ്ക്കും കണ്ണിനും ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടെ അവന്റെ കണ്ണെടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുക. ആ ജീവൻ രക്ഷിക്കണമെങ്കിൽ 25 ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത്. കബീർ ബാക്കവി മുതൽ ഈ നിൽക്കുന്ന ഉസ്താദുമാര്, ഈ നിൽക്കുന്ന പണ്ഡിതന്മാരൊക്കെ ആ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും സഹായിക്കണം. മുഹമ്മദ് ബിലാൽ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും ആ കുഞ്ഞിന്റെ ഉമ്മാടെ പേരിലുള്ള, അതുപോലെ തന്നെ ഈ മഹല് പ്രസിഡന്റിന്റെ പേരിലുള്ള ഗൂഗിൾ പേയും പേടിഎമ്മും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് 25 ലക്ഷം രൂപ കണ്ടെത്താൻ നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.